ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്. ഇവിടെ എൻ്റെ മാമനൊരു കൊച്ചു പച്ചക്കറി തോട്ടമുണ്ട് കേട്ടോ. നമുക്കതൊന്ന് പോയി കണ്ടാലോ? ഇത് കണ്ടോ, ഈ ഓട് വെച്ചിട്ട് അതിൽ മണ്ണിട്ടിറക്കുക കേട്ടോ. ഇത് എന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കൊച്ചു പ്ലാവുണ്ട്. ഈ പ്ലാവ് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു കേട്ടോ. ഇതുമ്മേ ചക്ക ഉണ്ട് കേട്ടോ. അതാ കുഞ്ഞി കുഞ്ഞി ചക്കകളുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുഞ്ഞി കുഞ്ഞി ചക്കകൾ ഉണ്ടാവണുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ ചക്കയുണ്ട് കേട്ടോ. അത് നമ്മളെ എൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോയപ്പോൾ ഒന്ന് നിറം മങ്ങി കണ്ടോ, ഒരു വലിയ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ചായി. അപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇപ്പം മാമ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വെച്ചതാട്ടോ, കടയിൽ നിന്ന് വാങ്ങിയാൽ തോന്നുന്നു ഈ ചക്കയൊക്കെ. ഇതൊരു ബട്ടർ മരമാണ്. ഇതുവരെ ഈ ബട്ടർ മരം കുറേ മുന്നുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും ബട്ടറൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു മീൻ കുളമാണ്. ടാങ്ക് കേടുന്ന ടാങ്ക് ഉണ്ടായിരുന്നു, അത് പകുതിയൊക്കെ ഇട്ടൊക്കെ മാമൻ്റെ ഐഡിയ കേട്ടോ. അതിൽ മീനുകളൊക്കെ ഉണ്ട്, കുറേ മീനുകളുണ്ട്. ഇതേപോലത്തെ ഗോൾഡ് ഫിഷൊക്കെ. അതിൻ്റെ അടുത്തൊക്കെ കുറേ പൂക്കൾ, അതേപോലെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മാമൻ. ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു. മാമൻ്റെ അടുത്ത് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ മാമ ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പോയി. ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു ചെടികളൊക്കെ. ഇപ്പം അധികം പൂക്കളൊന്നും ഇതിൽ കാണാനില്ല. പക്ഷേ ആദ്യമൊക്കെ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ട് നിന്നിരുന്നു. റോസ് പൂവ്, അങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു. നമുക്ക് അറിയാത്ത കുറേ ചെടികളൊക്കെ അതിൽ കൊണ്ട് മാമൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലായിട്ടും കുറേ ചെടികളുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ അവിടെ ഒരു മാവുണ്ട് കേട്ടോ. ആ മാവുമ്മ ഇതുവരെയായിട്ട് മാങ്ങ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അടിയിലായിട്ട് കണ്ടോ മാങ്ങ ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കുറേ മുന്നുള്ള മാവാണ്. പക്ഷെ ഇതുമ്മ ഇതുവരെയായിട്ടൊന്നും മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാവുമ്മ മാങ്ങ കാണുന്നത്. പിന്നെ അതൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റോറം. അപ്പോൾ മാമ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവാം, എന്നിട്ട് അതൊന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാക്കി. ഇതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതൊരു മല്ലിച്ചെടി കേട്ടോ. മല്ലിയില്ലേ, നമ്മൾ കൂട്ടാനിലൊക്കെ ഇടുന്ന മല്ലി, അതാണ്. അതുകൊണ്ടോ മല്ലി ഉണ്ടായിട്ടുണ്ട്, മല്ലിച്ചെപ്പ്. അതുമ്പോൾ മല്ലി ഉണ്ട് കേട്ടോ. അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മല്ലിയാണിത്. നമ്മൾ കൊറിയാൻഡർ പറയില്ലേ, അതാണ് സംഭവം. കുറേ ഞങ്ങൾക്ക് മാമ അതൊന്ന് പൊട്ടിച്ചു തന്നിട്ട് മല്ലിച്ചെടി ഉണ്ടായെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒക്കെ അത്ഭുതമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ എടുത്തൊന്ന് പൊട്ടിച്ചിട്ട്. പിന്നെ ഇതാട്ടോ. പിന്നെ അതിലാണ് കുറേ പച്ചക്കറി ഉള്ളത്. ഇങ്ങനെ കെട്ടി വച്ചിരിക്കുകയാണ് മരങ്ങൾ കൊണ്ടും ഒക്കെ ആയിട്ട്. ഇങ്ങനെ അതിന് വേലിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പയർ, പാവയ്ക്ക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റാക്കി വെച്ചത്. അത് ഞങ്ങൾ വീടിൻ്റെ ഉമ്മറ ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുളകുണ്ട്. നമ്മൾ കുഞ്ഞു കുഞ്ഞു മുളകൊക്കെ ഉണ്ടായിട്ട് വരുന്നുള്ളൂ. ഉണ്ടായിട്ടുണ്ടാവും, അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ പറിച്ചെടുത്താൽ തോന്നുന്നു. അപ്പോൾ ഇതും മല്ലി കേട്ടോ, മല്ലിച്ചെടി. നമ്മളെ കൊറിയാൻഡറാണ്, കൊറിയാൻഡർ ലീഫ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഓരോ പാവയ്ക്ക ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. കുറച്ച് പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട്. കുറേ ഉണ്ടായി എന്ന് പറഞ്ഞു. ഒക്കെ പൊട്ടിച്ച് ഉപ്പേരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ പാവയ്ക്കയുടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ കയറ് പോലെ കിടക്കുന്ന സാധനമാണ്. എന്താ പറയുക, ഇത് പയറാണ്. ഇത്രയും നീളമുള്ള പയറാണ് കേട്ടോ. കുറേ പയറുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചുണ്ട് പയർ കേട്ടോ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് ഇതേപോലെ തൂങ്ങി കിടക്കണ പയർ. നല്ല നീളമുള്ള പയറാണ്. പച്ചക്കറി ഉണ്ടാക്കാൻ ഇഷ്ടമാണേനും എന്നാൽ സ്ഥലമില്ലേനും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഐഡിയ കേട്ടോ ഇത്. കാരണം മാമൻ കുറച്ച് സ്ഥലത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത്, കാരണം ഏറ്റവും കുറഞ്ഞ സ്ഥലത്താണ് മാമൻ ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മേലെയായിട്ട് പയറും പാവയ്ക്കയും, അതിൻ്റെ അടിയിലായിട്ട് വഴുതനങ്ങ, തക്കാളി, മുളക്, അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചു സാധനങ്ങളും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. കണ്ടാൽ നമുക്ക് വഴുതനങ്ങ കണ്ടാൽ തന്നെ അറിയാം, നല്ല വലുപ്പമുള്ള വഴുതനങ്ങയാണല്ലേ ഉണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു ഓട് വെച്ച സ്ഥലം, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ചീര നടാനാണ് കേട്ടോ. അപ്പം മാമ ഇവിടെ പ്ലേറ്റിൽ ചീര വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിപ്പം വെച്ചിട്ടുള്ള നമ്മൾ വേറെ സ്ഥലത്തേക്ക് നടുക, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മാമൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടം. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടോ, ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്ഥലത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാമ അതിന് നന്നായിട്ട് പരിചരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാമൻ്റെ കൊച്ചു പച്ചക്കറി തോട്ടം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.